ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ആഫ്റ്റർ ഷോ ക്രിട്ടിക്. സോ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ചാവ എന്ന് പറഞ്ഞ സിനിമയാണ്. സ്റ്റാറിങ് വിക്കി കൗശൽ ആൻഡ് രശ്മിക മണ്ടേന. ഈ ഒരു സിനിമേൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക് ഫിലിമാണ്. ഛത്രപതി ശിവജയനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഒരു മറാഠി നോവലുണ്ട്, ഈ ചാവ എന്ന് പറഞ്ഞ നോവൽ. ആ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ചാവ എന്ന് പറഞ്ഞ സിനിമ. സോ നമ്മൾ ഹിസ്റ്റോറിക് ഫിലിംസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണോ നമ്മൾക്കുണ്ടാവുന്ന നമ്മുടെ ഡിസൈഡ് ഔട്ട്കം ഈ ഒരു സിനിമയിൽ വരില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഹീറോ വിജയിക്കണം, ഹീറോ ജീവിക്കണം എന്നുള്ളൊരു ആ ഒരു ഇത് വരില്ല. പക്ഷേ ആ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസിൽ നിന്ന് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് മൂവി. എൻഡിങ്ങിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിലും എൻഡിങ്ങിൽ എന്തുകൊണ്ട് ആ ഒരു എൻഡിങ് എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും കഥ മുന്നോട്ട് പോകുന്നതെന്നുള്ളതും നമ്മൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നെ വിക്കി കൗശൽ നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ ഒരാളുടെ ഉള്ളിലുള്ള ആ മൃഗത്തെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വിക്കി കൗശൽ എന്ന് പറഞ്ഞ ആൾ. പിന്നെ രശ്മിക മണ്ടേന അതേപോലെ ഈ പുഷ്പയാണ് നമ്മൾ ലാസ്റ്റ് സിനിമ രശ്മിക മണ്ടേന കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അഭിനയം. അതായത് കുറച്ചും കൂടി ബോൾഡ്, ഭയങ്കര സീരിയസ് റോളാണ്. പക്ഷേ ഡിവോട്ടഡ് വൈഫ്, ഡിവോട്ടഡ് ക്വീൻ, അങ്ങനെ ഒരു രീതിയിലാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈ സിനിമ ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയിൽ ഞാൻ ഔട്ട് ഓഫ് 10 ഐ വുഡ് ഗിവ് 8.5. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം ദ ആഫ്റ്റർ ഷോ ക്രിട്ടിക്.